UK ലോയേഴ്സ് ഫോർ ഇസ്രായേൽ എന്ന സംഘടനയുടെ പരാതിയെ തുടർന്നാണ് മ്യൂസിയം ഈ നടപടി സ്വീകരിച്ചത്. പുരാതന കാലഘട്ടത്തെ സൂചിപ്പിക്കാൻ ഫലസ്തീൻ എന്ന വാക്കുപയോഗിക്കുന്നത് ചരിത്രപരമായി തെറ്റാണെന്നും അത് ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തെ അവഗണിക്കുന്നതാണെന്നുമാണ് ഈ സംഘടന വാദിച്ചത്. മ്യൂസിയം ഡയറക്ടർക്ക് അയച്ച കത്തിൽ BC 1000 കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഇസ്രായേൽ, ജൂഡ രാജ്യങ്ങളുടെ ചരിത്രത്തെ ഫലസ്തീൻ എന്ന ഒറ്റപ്പേരിലേക്ക് ഒതുക്കുന്നത് ശരിയല്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഈ വാദം അംഗീകരിച്ചുകൊണ്ടാണ് മ്യൂസിയം അധികൃതർ വിവരണങ്ങൾ തിരുത്തിയത്. 19-ാം നൂറ്റാണ്ട് മുതൽ ഫലസ്തീൻ എന്ന പദം ഒരു ഭൂമിശാസ്ത്രപരമായ അടയാളമായി നിഷ്പക്ഷമായി ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ആ വാക്കിന് രാഷ്ട്രീയമായ അർത്ഥതലങ്ങൾ കൈവന്നിട്ടുണ്ടെന്നാണ് മ്യൂസിയം അധികൃതർ നൽകുന്ന വിശദീകരണം. അതിനാൽ പുരാതന കാലത്തെ സൂചിപ്പിക്കാൻ കാനാൻ എന്ന വാക്കാണ് കൂടുതൽ അനുയോജ്യമെന്നാണ് അവരുടെ പക്ഷം. ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരമുള്ള ആധുനിക അതിർത്തികൾ കാണിക്കുന്ന മാപ്പുകളിൽ മാത്രമേ ഇനി ഫലസ്തീൻ അല്ലെങ്കിൽ ഫലസ്തീനികൾ എന്ന പദം ഉപയോഗിക്കൂ എന്നും മ്യൂസിയം അധികൃതർ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഉയരുന്നത്. 5000-ത്തിലധികം ആളുകൾ ഒപ്പിട്ട ഒരു ഓൺലൈൻ നിവേദനം ഇതിനോടകം മ്യൂസിയത്തിനെതിരെ നൽകിയിട്ടുണ്ട്. ചരിത്രരേഖകളിൽ നിന്ന് ഒരു ജനതയുടെ പേരും അടയാളങ്ങളും ബോധപൂർവം മായ്ച്ചു കളയുന്ന നടപടിയാണിതെന്ന് വിമർശകർ ആരോപിക്കുന്നു. ഫലസ്തീൻ എന്ന വാക്ക് പുരാതന കാലം മുതൽക്കേ ആ പ്രദേശത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നതാണെന്നും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ചരിത്രത്തെ മാറ്റിയെഴുതുന്നത് ഒരു മ്യൂസിയത്തിന് ചേർന്നതല്ലെന്നും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ഫലസ്തീൻ ജനതയുടെ സാന്നിധ്യം പൊതുസ്മൃതിയിൽ നിന്ന് മായ്ച്ചു കളയാനുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്ന വ്യാപകമായ വിമർശനവും ഈ നീക്കത്തിനെതിരെയുണ്ട്.